തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. പ്രതി കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിയുടെ മാനസിക നില പരിശോധനാ റിപ്പോർട്ട് അടക്കം ഇന്ന് സമർപ്പിക്കുമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിധി പറയുക 2022 ഫെബ്രുവരി 6 തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകത്തിൽ. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. എന്തായിരിക്കും ആ ശിക്ഷ എന്നറിയാനുള്ള കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു അമ്പലമുക്ക് വിനീത കൊലക്കേസ്. അതൊരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി വിനീത എന്ന യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ. അതിൽ കഴിഞ്ഞ ദിവസം കോടതി ചേർന്ന സമയത്ത് രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നത്തേക്ക് കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിയുടെ മാനസിക നില പരിശോധനാ റിപ്പോർട്ട് അടക്കം കോടതി തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും പ്രതിക്കുള്ള ശിക്ഷ ഇന്ന് കോടതി പ്രസ്താവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ഈ രാജേന്ദ്രൻ നടത്തിയ അത് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസന്വേഷണമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിനീത കൊലക്കേസ് എന്ന് പറയുന്നത്. കാരണം വിനീതയെ രാജേന്ദ്രൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത് അത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റ് സാഹചര്യ തെളിവുകളുടെയും അതുപോലെ തന്നെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ആ ദൃശ്യങ്ങൾ വഴിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി ആണ് രാജേന്ദ്രൻ. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം രാജേന്ദ്രൻ തിരികെ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടക്കം ഊർജിതമായിട്ടുള്ള അന്വേഷണം പ്രതിക്കായിട്ട് പോലീസ് നടത്തിയാണ് ഇയാളെ പിടികൂടുന്നത്. സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് വിനീതയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി രാജേന്ദ്രൻ തന്നെയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ശിക്ഷയാണ് പ്രതിക്ക് നൽകുക എന്നുള്ളതാണ്. അതിൽ ഈ മാനസിക നില റിപ്പോർട്ട് അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു ശിക്ഷ കോടതി പ്രസ്താവിക്കുക എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വിനീതയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് വിനീതയുടെ കുടുംബാംഗങ്ങളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിനീതയുടെ കുടുംബാംഗങ്ങൾക്ക് സമാധാനത്തോടെ മടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ തങ്ങളുടെ മകളുടെ കൊലപാതകിക്ക് ഇന്നിപ്പോൾ ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും വിധി പ്രസ്താവിക്കുക. സൂര്യ, നേരത്തെയും ഇതുപോലുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രതി കൂടിയാണ് രാജേന്ദ്രൻ. അതെല്ലാം തന്നെ ഈ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രതി ഇതിനു മുൻപും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതൊരു കുടുംബത്തെ മുഴുവനായിട്ടും കൊലപ്പെടുത്തുന്ന കൊലപാതകം നടത്തി അതിനുശേഷം ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷമാണ് വിനീതയെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ടും കോടതിക്ക് മുന്നിലേക്ക് വെച്ചത് ഈ പ്രതിയെ ഇനിയും പുറത്ത് ഇറങ്ങി നടക്കാനുള്ള അനുവാദം കൊടുക്കരുത് എന്നുള്ളതാണ്. അത്തരത്തിൽ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പ്രതി ഇനിയും നിരവധി കൊലപാതകങ്ങൾ നടത്തും. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് പ്രതിക്ക് സ്ഥിരം ആയിട്ട് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് വിനീത കൊലക്കേസിൽ കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകി അയാളെ പുറത്തിറങ്ങി നടക്കാൻ ഒരുക്കാത്ത സാഹചര്യം നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചതിന് ശേഷം അത്തരത്തിലൊരു വിധി തന്നെ കോടതി ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഈ വ്യാപാരം വിപണിയൊക്കെ സജീവമായി തുടങ്ങുന്ന സമയത്താണ് ഈ അലങ്കാര ചെടിക്കടയിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു വിനീത. വിനീതയ്ക്ക് 2 മക്കളാണ്. അച്ഛനും അമ്മയ്ക്കും ഏക താങ്ങായിട്ടുള്ള മകളായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം വിനീതയാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അത് ഈ ചെടി വാങ്ങാനെന്ന വ്യാജേന കടയിലേക്ക് എത്തുകയും കഴുത്ത് മുറിച്ച് വിനീതയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് മാലയുമായിട്ട് പ്രതി മുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ സാഹസികമായിട്ടും മറ്റ് CCTVയും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. നിർണായകമായ ഘട്ടത്തിലൂടെയാണ് അന്വേഷണത്തിൽ പോലീസ് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒടുവിൽ പോലീസ് പ്രതിയെ പിടികൂടുകയും കഴിഞ്ഞ ദിവസം കോടതി രാജേന്ദ്രൻ തന്നെയാണ് കേസിലെ പ്രതി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടെത്തുകയും
ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാജേന്ദ്രന് ഈ വിനീത കൊലക്കേസിൽ എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. പരമാവധി ശിക്ഷ രാജേന്ദ്രന് നൽകണം എന്നുള്ള ആവശ്യമാണ് വിനീതയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഇതിനു മുൻപും കൊലപാതകങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടും ഏറെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ശിക്ഷ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. ശരി, സൂര്യഗായത്രി.